നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ സമാധി തുറന്ന് പരിശോധിച്ചിരിക്കുകയാണ്. ഇരിക്കുന്ന നിലയിൽ മൃതദേഹം കണ്ടെത്തിയിരിക്കുകയാണ്. പോലീസ് സംഘം എത്തിയാണ് ദുരൂഹ കല്ലറ പൊളിച്ചത്. അന്വേഷണ സംഘത്തിന് മുന്നോട്ടു പോകാമെന്ന് ഹൈക്കോടതി ഇന്നലെ അനുമതി നൽകിയതോടെയാണ് പൊളിക്കൽ നടപടി തുടങ്ങിയത്. പ്രദേശത്ത് AR ക്യാമ്പിൽ നിന്നും കൂടുതൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. വിഷയത്തിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ യോഗം ചേർന്ന ശേഷമാണ് ഇന്ന് കല്ലറ തുറക്കേണ്ട നടപടികൾ സ്വീകരിക്കാൻ തീരുമാനിച്ചത്. രാവിലെ തന്നെ പോലീസ് സ്ഥലത്തെത്തി നടപടികൾ തുടങ്ങിയിരുന്നു. ഫോറൻസിക് സംഘവും കൂടുതൽ പോലീസ് വിന്യാസവും സ്ഥലത്തുണ്ടായിരുന്നു. RTIയുടെ സാന്നിധ്യമുണ്ട്. അതേപോലെ 10 മണിയോടെ നടപടികളെല്ലാം തന്നെ പൂർത്തിയാക്കുകയാണ്. ഇരിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. ഇത് ഉടൻ തന്നെ ആംബുലൻസിലേക്ക് മാറ്റുകയും ചെയ്യും. എന്തായാലും അവിടെ ടാർപോളിൻ കെട്ടി കല്ലറ മറച്ചിട്ടുണ്ട്. കല്ലറയിലേക്കുള്ള വഴികളും അടച്ചിട്ടുണ്ട്. നെയ്യാറ്റിൻകര DYSP S ഷാജി, നെടുമങ്ങാട് DYSP അരുൺകുമാർ എന്നിവർ സ്ഥലത്ത് എത്തിയിരുന്നു. വലിയ പോലീസ് സന്നാഹത്തിന്റെ സംരക്ഷണയോടുകൂടി തന്നെയാണ് കല്ലറ തുറന്നിരിക്കുന്നത്. സ്ഥലത്ത് മാധ്യമങ്ങൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മാധ്യമങ്ങൾ 200 മീറ്റർ അകലെ നിൽക്കണമെന്നാണ് പോലീസിന്റെ നിർദ്ദേശം. സ്ഥലത്ത് 150-ലധികം പോലീസുകാരെ വിന്യസിച്ചിട്ടുണ്ട്. സബ് കളക്ടർ OV ആൽഫ്രണ്ടിനാണ് പൊളിക്കലിന്റെ ചുമതല. അതേസമയം ഇന്ന് കല്ലറ തുറക്കാനിരിക്കുന്ന സമാധിയിൽ ഇന്നലെ രാത്രി മകൻ പൂജ നടത്തിയിരുന്നു. മകൻ രാജസേനനാണ് പൂജ നടത്തിയത്. കല്ലറയുടെ 200 മീറ്റർ പരിധിയിൽ പൊതുജനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഗോപൻ സ്വാമിയുടെ സമാധി പൊളിക്കാനുള്ള നീക്കത്തിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ച കുടുംബത്തിന് തിരിച്ചടി നേരിട്ടിരുന്നു. പോലീസ് നടപടികളിൽ ഇടപെടാൻ ഹൈക്കോടതി വിസമ്മതിച്ചിരുന്നു. കുടുംബത്തിന്റെ ഹർജി ഫയലിൽ സ്വീകരിച്ച കോടതി കക്ഷികൾക്ക് നോട്ടീസ് അയച്ചു. ജസ്റ്റിസ് CS ഡയസാണ് കേസ് പരിഗണിച്ചത്. ഗോപൻ സ്വാമി മരിച്ചെന്ന് പറയുന്നു, എന്നാൽ മരണ സർട്ടിഫിക്കറ്റ് എവിടെയെന്ന് കോടതി ചോദിച്ചു. എങ്ങനെ മരിച്ചെന്ന് കുടുംബം വിശദീകരിക്കണമെന്നും ഹൈക്കോടതി ആവശ്യപ്പെട്ടു. നിലവിലെ പോലീസ് അന്വേഷണത്തിൽ ഇടപെടേണ്ട കാര്യം ഇല്ലെന്ന് കോടതി പറഞ്ഞു. സംശയാസ്പദ സാഹചര്യം നിലനിൽക്കുന്നുണ്ടെന്നും കോടതി വ്യക്തമാക്കി. ഇതോടെയാണ് പോലീസ് നടപടി തുടങ്ങിയത്. നേരത്തെ സമാധിയായെന്ന് കുടുംബം അവകാശപ്പെടുന്ന ഗോപന്റെ മരണ സർട്ടിഫിക്കറ്റും കോടതി ആവശ്യപ്പെട്ടിരുന്നു. ഗോപൻ എങ്ങനെയാണ് മരിച്ചതെന്ന് ചോദിച്ച ഹൈക്കോടതി സ്വാഭാവിക മരണമെങ്കിൽ കുടുംബത്തിന്റെ ആവശ്യം അംഗീകരിക്കാമെന്നും വ്യക്തമാക്കിയിരുന്നു. മരണം രജിസ്റ്റർ ചെയ്തോ എന്ന് ഹൈക്കോടതി കുടുംബത്തോട് ചോദിച്ചിരുന്നു. മരണ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ അസ്വാഭാവിക മരണമായി കണക്കാക്കേണ്ടി വരുമെന്നും അല്ലെങ്കിൽ അന്വേഷണം തടയാനാവില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു. കല്ലറ തുറക്കുന്നത് അന്വേഷണത്തിന്റെ ഭാഗമാണെന്നും FIR രജിസ്റ്റർ ചെയ്യാനും കല്ലറ തുറക്കാനും പോലീസിന് അധികാരമുണ്ടെന്നും കോടതി വ്യക്തമാക്കി. എന്തായാലും വിവാദങ്ങൾക്കിടെ ഇപ്പോൾ കല്ലറ പൊളിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ മൃതദേഹം ഇരിക്കുന്ന നിലയിലാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഭസ്മവും പൂവും ഒക്കെ ഇട്ട് ശവശരീരം ഇരുത്തിയ നിലയിലായിരുന്നു. എന്തായാലും കുടുംബത്തെ ഇനി കൂടുതൽ ചോദ്യം ചെയ്യും. സമാധിയായെന്നാണ് കുടുംബം ആവർത്തിക്കുന്നതെങ്കിലും ഇത് കൊലപാതകമാണോ എന്നതടക്കം ഇനി പരിശോധിക്കേണ്ടതുണ്ട്. കുടുംബാംഗങ്ങളുടെ മൊഴിയിലും വൈരുദ്ധ്യമുണ്ട്. സമാധിയായെന്ന് മക്കൾ പ്രഖ്യാപിച്ചതിന് 3 ദിവസം മുമ്പാണ് ചികിത്സയ്ക്കായി ഗോപൻ സ്വാമി ആശുപത്രിയിൽ പോയത്. അച്ഛൻ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് സമാധി ഇരുത്തിയതെന്നാണ് മക്കൾ പറയുന്നത്.